ഇന്ന് രാവിലെ കണ്ണ് തുറന്ന് വന്നപ്പോഴേ ഞാൻ അയിത്തേട്ടനോട് പറഞ്ഞു കേട്ടോ, അയിത്തേട്ടാ എനിക്ക് കുറച്ച് പച്ച ചെമ്മീനും കുറച്ച് മാങ്ങയും വാങ്ങിച്ചു തരുമെന്നാണ് കേട്ടോ. എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ ഈ പച്ച ചെമ്മീനും പച്ച മാങ്ങയും ഇട്ടിട്ട് തേങ്ങ അരച്ചൊരു കറി ഉണ്ടാക്കും. എൻ്റെ പൊന്നോ, എന്തൊരു ടേസ്റ്റാണെന്നറിയാവോ, ഭയങ്കര ടേസ്റ്റാണ് അതിന്. അപ്പം എനിക്ക് അത് കഴിക്കാൻ വേണ്ടിയിട്ടൊരു പൂതി ഇന്ന് തോന്നി കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഇങ്ങനത്തെ പൂതികളൊക്കെ തോന്നാറുണ്ട് കേട്ടോ. എൻ്റെ അമ്മ ഉണ്ടാക്കി തന്നെ കറികളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഏറും നമ്മൾ കല്യാണം കഴിച്ച് വിട്ട പെൺകുട്ടികൾക്ക് ആയിരിക്കും കേട്ടോ ഇങ്ങനെ അമ്മമാരുടെ കറികളൊക്കെ മിസ് ചെയ്യാറ്. എനിക്കങ്ങനെ മിസ് ചെയ്യാറുണ്ട്. ഇവിടെ പിന്നെ അങ്ങനത്തെ ടൈപ്പ് കറികളൊന്നും ഉണ്ടാക്കില്ല. ഇവിടെയൊക്കെ ചെമ്മീൻ കിട്ടിക്കഴിഞ്ഞാൽ മിക്കപ്പോഴും റോസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ പൊരിച്ചെടുക്കുക അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ ഇത് ഏകദേശം നമ്മുടെ ചെമ്മീനൊക്കെ നന്നാക്കി കഴിയാറായി. വലിയ ചെമ്മീനായതുകൊണ്ട് തന്നെ എളുപ്പമായിരുന്നു കേട്ടോ നന്നാക്കാൻ. അപ്പോഴത്തേനും എന്ത് ചെയ്യും, നമ്മുടെ സനു വന്നിട്ടുണ്ടായിരുന്നു. അയത്തേൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം മീൻ പിടിക്കാൻ പോയപ്പം മീൻ കൊണ്ടുതരാൻ വേണ്ടി വന്നതാണ് കേട്ടോ. തോട്ടുമീനാണ്. ഇവിടെ എല്ലാവർക്കും തോട്ടുമീൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ സനു അതെല്ലാം കൊണ്ട് തന്നിട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഇത്തന്നെ ഇന്ന് ലീവാണ്, ഇന്ന് പോകേണ്ടതില്ല. അപ്പം നമ്മുടെ ചെമ്മീനെല്ലാം ഏകദേശം ഞാൻ കഴുകി നന്നാക്കി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ കഴുകിയത്. അത് കഴിഞ്ഞ് മൺചട്ടിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. മൺചട്ടിയിലേക്ക് നമ്മുടെ പച്ചമുളക് ഇങ്ങനെ രണ്ടായിട്ട് കീറിയിട്ടു. അതുപോലെ ചെറുതായിട്ട് ഇഞ്ചി അരിഞ്ഞിട്ടു കേട്ടോ. ഈ രണ്ട് കഷ്ണങ്ങളാണ് അതിനകത്ത് ചേർക്കണുള്ളൂ. മെയിനായിട്ട് വെളുത്തുള്ളി അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഞാൻ ചേർക്കണില്ല. അതിൻ്റെ ഇടയ്ക്ക് കറണ്ട് ചെറുതായിട്ടൊന്ന് പോയി. അതങ്ങനെ തന്നെയാണല്ലോ, നമ്മളെവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. അങ്ങനെ ഞാൻ അരപ്പും കൂടി ചേർത്തിട്ട് ഉപ്പിട്ടിട്ട് ഇനി അടപ്പത്ത് വെക്കാൻ പോവാണ് കേട്ടോ. അരപ്പിനകത്ത് ഞാൻ ചേർത്തേക്കണത് നമ്മുടെ തേങ്ങ, അതുപോലെ കുറച്ച് മല്ലിപ്പൊടി, കുറച്ചെന്ന് പറഞ്ഞാൽ ഭയങ്കര കുറച്ച് മല്ലിപ്പൊടിയാണ് കേട്ടോ. മല്ലിപ്പൊടി ഒരുപാട് ചേർത്താൽ മല്ലിപ്പൊടിയുടെ കുത്തലിങ്ങനെ വരും, അത് ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത് മാത്രമാണ് കേട്ടോ ഞാൻ അരപ്പിനകത്ത് ചേർത്തിട്ടുള്ളൂ. നല്ല വെണ്ണ പോലെ അരച്ചെടുക്കുക. എന്നിട്ട് നല്ലപോലെ ജാറ് കഴുകിയ വെള്ളവും എല്ലാം കൂടെ നമ്മൾ ചട്ടിക്കകത്ത് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത്, പിന്നെ നമ്മുടെ മെയിൻ താരമായിട്ടുള്ള ചെമ്മീനെ പറക്കി ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നേരെ അടപ്പത്ത് വയ്ക്കുക. അടപ്പത്ത് വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ചേർക്കാൻ മറന്നുപോയത്. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് നമ്മൾ കരിവേപ്പില ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മൂടി വെച്ചിട്ട് പയ്യെ വേവിച്ചെടുക്കുക. പയ്യെ ഒന്ന് തിള വരുമ്പോഴത്തേനും നമ്മൾ അരിഞ്ഞ് വെച്ചേക്കണം മാങ്ങ അങ്ങനെ കുറച്ച് തിക്കായിട്ട് തന്നെ അരിയണം കേട്ടോ. നൈസായിട്ട് അരിയരുത്. നൈസായിട്ട് അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാങ്ങ ഉടഞ്ഞു പോകും. മാങ്ങയ്ക്ക് അധികം വേവില്ലല്ലോ, വേഗം വേവുന്ന സാധനമല്ലേ. അങ്ങനെ മാങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് ഇനി നമ്മളൊന്ന് വേവിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് നല്ല പുളിയുണ്ട് കേട്ടോ. ഞാൻ പുളി കുറവുള്ള മാങ്ങയാണെന്നാണ് വിചാരിച്ച്, കണ്ടിട്ട് എനിക്ക് അധികം അങ്ങനെ തോന്നിയില്ല. പുളി ഇല്ല എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അത്യാവശ്യം നല്ല പുളി ഉണ്ടായിരുന്നു. പുളി വേണം കേട്ടോ, എന്നാലാണ് നല്ല ടേസ്റ്റ് ഉള്ളൂ. അങ്ങനെ ഒരടപ്പ് പച്ച വെളിച്ചെണ്ണയും കൂടെ പാകമായി കഴിയുമ്പോൾ ഒന്ന് ചുറ്റിച്ചെടുക്കുക. അങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ യന്ത്രത്തെ ഞാൻ വിളിച്ചിട്ടുണ്ട്. അയിത്തേട്ടൻ വന്നിട്ടുണ്ട്. അയിത്തേട്ടൻ പുളി പറ്റില്ല, അത് മാത്രം ഒരു പ്രശ്നമുള്ളൂ. അങ്ങനെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റാ ബൈ ബൈ.